ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു KBM. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്ഥലവും കാര്യങ്ങളെല്ലാം മേടിച്ച് അതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു മോഡ് റിവ്യൂവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് നമ്മുടെ റിവ്യൂവിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നേക്കുന്ന വേറെ വണ്ടിയൊന്നുമല്ല, നമ്മുടെ സ്വന്തം ഫോർച്യൂണറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഫോർച്യൂണറിൻ്റെ ലെജൻഡർ വേരിയൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അവിടെ നിന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തൊന്ന് കുറച്ചങ്ങ് മാറ്റിയിടാം. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ കുറച്ച് ഇലക്ട്രിക്കൽ പരമായ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഓഡിയോ കുറച്ച് പ്രശ്നമാണ്. സോ അതുകൊണ്ട് നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ട് മാറ്റി കയറ്റിയിടാം. ഓക്കെ, ഈ സൈഡ് കൂട്ടി അങ്ങ് ഇടാം, കാരണം ഇവിടെ ആകുമ്പോൾ ചെറിയൊരു തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് വണ്ടി കാര്യങ്ങൾ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഓരോ സംഭവം എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു പുറത്തെ ലുക്കും കാര്യങ്ങളെല്ലാം പറയുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല ക്ലീൻ സ്പെക്കായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫുഡ് സ്റ്റെപ്പ് എല്ലാം പക്കായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ഒരു ഒറിജിനൽ ഫോർച്യൂണർ ഇരിക്കുന്നു അതേ കണക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ബാക്കിലോട്ടാണേലും ലോഗോയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ടൊയോട്ടയുടെ. ഓക്കെ, ലെജൻഡർ E4 വേരിയൻറ്റ്. പിന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ കാര്യം പറയേണ്ട, എല്ലാം പക്കായാണ്. അലോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 3 ആനിമേഷൻ കീ വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ആനിമേഷൻ കീ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇൻറ്റീരിയറിൽ ഒരു പാവയും വരും. അതുപോലെ തന്നെ നമ്മുടെ മിറർ താഴോട്ട് പോകും. ഓക്കെ, മിറർ ഓപ്പൺ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ വരുന്ന ആ ഒരു ചെറിയ വെള്ളപ്പാവയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ആനിമേഷൻ കീയും കാര്യങ്ങളെല്ലാം. ഇനി സെക്കൻഡ് ആനിമേഷൻ കീയെ പറ്റി പറയുവാണെങ്കിൽ, ഓക്കെ, അപ്പോൾ സെക്കൻഡ് ആനിമേഷൻ കീ വരുന്നത് ഇൻറ്റീരിയറിലാണ്. ഓക്കെ, സെക്കൻഡ് ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഹെഡ് റെസ്റ്റ് പൊങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സൈഡിലത്തെ റയർ വ്യൂ മിറർ ഫോൾഡ് ആവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് സെക്കൻഡ് ആനിമേഷന് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ആനിമേഷനിൽ 2 ഫീച്ചേഴ്സും സെക്കൻഡ് ആനിമേഷനിൽ 2 ഫീച്ചേഴ്സും വെച്ചാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ ലുക്കും വരുന്നത് വണ്ടിയുടെ. അതുപോലെ തന്നെ തേർഡ് ആനിമേഷൻ വരുമ്പോഴത്തേക്ക് ബാക്കിലത്തെ ഡിക്കിയും അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലെ ഡോറും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു 3 ആനിമേഷൻ കീസ്. ഓക്കെ, അപ്പം ബാക്കി ഡോറ് കാര്യങ്ങളെല്ലാം നോർമൽ മറ്റേ ഡോറിൻ്റെ ആ സംഭവത്തിൽ ഞെക്കുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും. പിന്നെ ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പനിയിലെ പോലെ തന്നെ സെറ്റപ്പ് ആക്കിയിട്ട് ഹെഡ് ലാമ്പും ഫോഗ് ലാമ്പും സംഭവം എല്ലാം സെറ്റാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു അടിയിലൊരു എക്സ്ട്രാ ഒരു ഇൻഡിക്കേറ്റർ പോലെ ബമ്പറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും അത്യാവശ്യം നല്ല വണ്ടിക്ക് ലുക്കും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടിയും കാര്യങ്ങളും ഡ്രൈവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇൻറ്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം പക്ക, മീറ്റർ ആണേലും എല്ലാം പക്കായിട്ട് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു ആ പാണ്ട ആണേലും എല്ലാം നല്ലപോലെ മൂവിങ്ങും ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം പക്കായിട്ട് ആ ചെറിയ മീറ്റർ വരെ അനങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റിനിപ്പം നമുക്ക് റിവേഴ്സ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വണ്ടി അത്യാവശ്യം കാല് കൊടുത്താൽ പെട്ടെന്ന് കയറുന്നുണ്ട്. ഓക്കെ, വണ്ടി സ്പീഡ് കയറുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ചെറിയൊരു സ്പീഡിൽ പോയിട്ട് അവിടെ കൊണ്ട് ഞാൻ ബ്രേക്ക് പിടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സ്പീഡിൽ പോയിട്ട് നമ്മളൊരു ബ്രേക്ക് പിടിച്ചാൽ പോലും വണ്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കാരണം അത്ര നല്ല ബ്രേക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം ആണ് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പം എങ്ങനെ നോക്കിയാലും ഈ മോഡ് അത്യാവശ്യം നല്ലൊരു പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് വണ്ടിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓവർ സ്പീഡോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ ഒരു വണ്ടി ഓടിക്കുന്നത് അപ്പം നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിക്കുന്ന പോലെ തന്നെയുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ മോഡിൻ്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മോഡും കാര്യങ്ങളെല്ലാം ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. ഓക്കെ, അവിടെ പോയി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലിങ്കും കാര്യങ്ങളെല്ലാം വെച്ച് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളും ഡൗൺലോഡ് ചെയ്ത് കളിച്ചൊക്കെ നോക്കുക. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പം വേറൊരു റിവ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.